എന്തായാലും ബഹുരസമായ ഈ ഉത്തരവിൽ കുറച്ച് പ്രതികരണങ്ങൾ കൂടി എടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമൊക്കെയായ ശ്രീ CR നീലകണ്ഠൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, ബഹുമാനം ഉദ്യോഗസ്ഥർക്ക് അല്പം കുറഞ്ഞിട്ടാണോ അതോ നാട്ടുകാർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഈ മറുപടി കത്തുകളിൽ ഇങ്ങനെ കൊടുക്കണമെന്നാണ്? അപ്പോൾ അതായത് ഈ മറുപടി കത്ത് കിട്ടുന്ന ആൾക്ക് ബഹുമാനക്കുറവ് തോന്നരുതെന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. ബഹു ചേർത്തിട്ട് വേണം ഇനി സംസാരിക്കാൻ എന്നാണ് പുതിയ ഉത്തരവ്. അല്ല, ഒരാളുടെ പേരിന്റെ കൂടെ ബഹു ചേർക്കുന്നതും ചേർക്കാതിരിക്കുന്നതും ഒക്കെ വളരെ ഫോർമലായ ഒരു കാര്യമാണ്. ഞാനതിൽ ഈ ഫോർമാലിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ സർക്കാർ ഉത്തരവ് എന്നങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ മന്ത്രിമാരെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെയും ഗവർണറെയും അവരൊക്കെ ബഹുമാനപ്പെട്ട എന്ന് വയ്ക്കുന്നത് പോലെ തിരിച്ച് പൗരനും ആ ബഹുമാനം അർഹിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പൗരനും എന്താ അതിന് അർഹതയില്ലേ? പൗരനെ ബഹുമാനപ്പെട്ട എന്ന് പറയണം എന്നല്ല ശ്രീ CR, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതായത് സർക്കാരിലേക്ക് കത്തൊക്കെ നമ്മൾ വിവരാവകാശ നിയമപ്രകാരമൊക്കെ സർക്കാരിലേക്കൊക്കെ കത്തൊക്കെ അയക്കുമല്ലോ, അതിനുള്ള മറുപടി ഉണ്ടാവുമല്ലോ. ഈ മറുപടി അയക്കുമ്പോൾ ആ മറുപടി നൽകുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കൂ. അപ്പോ ബഹു മുഖ്യമന്ത്രി നൽകുന്ന മറുപടി, ബഹു മന്ത്രി നൽകുന്ന മറുപടി, അവരുടെ പേരിന് മുൻപിൽ പൗരന്മാർക്ക് ബഹുമാനം നൽകണം എന്ന കാര്യത്തിൽ CR-നും എനിക്കും ഒക്കെ എന്തെങ്കിലും വിരുദ്ധാഭിപ്രായം ഉണ്ടോ? അല്ല, ഞാൻ ശരിക്കും തെറ്റി. നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഏതായാലും ഞാൻ ആ ഉത്തരവൊന്ന് വായിക്കട്ടെ. പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമുഖ്യമന്ത്രി, ബഹുമന്ത്രിമാർ എന്നിവർക്ക് നൽകുന്ന നിവേദനങ്ങൾ, പരാതികൾ എന്നിവ പരിശോധന വിധേയമാക്കിയ ശേഷം ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി നിവേദകർക്കും അപേക്ഷകർക്കും നൽകുന്ന മറുപടി സംബന്ധമായ കത്തിടപാടുകളിൽ ബഹുമാന സൂചകമായി ബഹുമുഖ്യമന്ത്രി, ബഹുമന്ത്രി എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ഇത് ശരിക്കും മണ്ടത്തരാണ്. അത്രേ ഉള്ളൂ, അതാ ചോദിച്ചത്. തീർച്ചയായിട്ടും മണ്ടത്തരാണ്. ഞാൻ എന്നെ ഐ ആം മിസ്റ്റർ CR നീലകണ്ഠൻ എന്ന് പറയാൻ പാടില്ല. ഇല്ല, അത് ഏറ്റവും വൃത്തികെട്ടൊരു രീതിയല്ലേ? അത് ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ഏറ്റവും പഴയ ഓർത്തഡോക്സ് ഇംഗ്ലീഷിൽ പോലും ഞാൻ ഐ ആം മിസ്റ്റർ CR നീലകണ്ഠൻ എന്ന് പറയില്ല. ഐ ആം CR നീലകണ്ഠൻ എന്നല്ലേ പറയുള്ളൂ. ഐ ആം മിസ്റ്റർ പോരാ, ഐ ആം ഓണറബിൾ നീലകണ്ഠൻ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു ശരി എന്നാണ് പറയുന്നത്. അതായത് ഞാനൊരു കത്തയക്കുമ്പോ ഞാൻ അതിന്റെ താഴെ ബഹു CR നീലകണ്ഠൻ എന്ന് വെക്കുന്നതിലുള്ള അരോചകത്വമാണ്. അത് ഏത് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാണ്ട് തോന്നിയെന്നറിയില്ല. എനിക്ക് ഉറപ്പാണ് ഭരണപരിഷ്കാര കമ്മീഷൻ അങ്ങനെ ഒരു നിർദ്ദേശം നൽകി കാണാൻ സാധ്യതയില്ല. ഞാൻ അതിന്റെ റിപ്പോർട്ട് കണ്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ഇത് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് അണ്ടർ സെക്രട്ടറിയായ ശ്രീമതി പ്രസന്നകുമാരി V സെക്രട്ടേറിയറ്റിലെ നിയമം, ധനകാര്യം ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകൾക്കും സെക്ഷനുകൾക്കും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും മറ്റു മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും എല്ലാ വകുപ്പ് മേധാവികൾക്കും ജില്ലാ കളക്ടർമാർക്കും ഓഫീസ് തലവന്മാർക്കും എഴുതിയിട്ടുള്ള കത്താണ്, നൽകിയിട്ടുള്ള ഉത്തരവാണ്, PRDയുടെ ഉത്തരവാണ്. അതായത് അത് തന്നെയാണ് അവർക്ക് ഒന്നുകിൽ അവർക്ക് തലയ്ക്ക് വെളിവില്ലാത്തത്, അതോ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോ? രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ആളുകൾ അത് തന്നെയാണ്. ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് മാത്രമല്ല, മണ്ടത്തരല്ലേ? ഏതാള് കേട്ടാലും ഒരു നിലനിൽക്കാത്ത ഒരു ഉത്തരവല്ലേ അത്. ഞാൻ എന്നെ സ്വയം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എന്ന്, ബഹുമാനപ്പെട്ട മന്ത്രി എന്നൊക്കെ ഞാൻ എന്നെ വിശേഷിപ്പിച്ചാൽ പിന്നെ എന്ത് കാര്യമുള്ളതിന്? ഞാൻ തുടക്കത്തിൽ പറയായിരുന്നു CR, നമ്മളൊക്കെ ബഹുസ്വരത ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു കാലത്താണ് ബഹുമാനം ഉറപ്പാക്കണം എന്ന് പറയുന്നത്. ഈ ബഹുമാനം എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത അത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, മനുഷ്യർക്ക് നൽകാൻ തോന്നേണ്ട ഒന്നും കൂടിയാണ്, അല്ലെ? അല്ല, അത് മാത്രമല്ല, ഞാൻ ബഹുമാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ബഹുമാനപ്പെട്ട ആളാണ് എന്ന് ഞാൻ പറയുന്നതിലൊരു അസംബന്ധം നമുക്ക് മനസ്സിലാവുണ്ടായി. ഞാനതാ പറഞ്ഞു, മിസ്റ്റർ അല്ലെങ്കിൽ മിസ് അല്ലെങ്കിൽ മിസ്സിസ് എന്ന് ഞാൻ സ്വയം വിളിക്കാറില്ല. എന്താ കാര്യം? ഞാൻ എന്റെ പേരാണ് പറയണേ. ഞാൻ മന്ത്രിയാണ്, ഞാൻ മിനിസ്റ്റർ ഫോർ അല്ലെങ്കിൽ ഇന്ന വകുപ്പ് മന്ത്രി എന്ന് എഴുതുകയല്ലാതെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി എന്നോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോ ഞാൻ എഴുതിയാൽ, മുഖ്യമന്ത്രി എഴുതിയാൽ അത് എത്രത്തോളം അരോചകമാണത്. എവിടുന്നാണ് ഇവർക്ക് ഇങ്ങനത്തെയുള്ള വിവരങ്ങൾ കിട്ടുന്നത്? ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവരാരെ സന്തോഷിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല. പബ്ലിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളിത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ വളരെ വിചിത്രവും അരോചകവും അല്ലെങ്കിൽ വിവരദോഷവുമായ ഒരു ഉത്തരവ് തന്നെ ഒറ്റ വാചകത്തിന് അത് പറയാൻ പറ്റും. നമ്മൾ ഈ കൊളോണിയൽ കാലത്തെ വിളികളിൽ നിന്നൊക്കെ തിരികെ പോകണം, സാർ എന്നൊന്നും വിളിക്കേണ്ടതില്ല എന്നൊക്കെ പറയുകയും അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഈ ഹിസ് ഹൈനസും അതൊക്കെ വിട്ട്, ഓണറബിളും ഒക്കെ വിട്ട് സാധാരണ പേരിൽ മിസ്റ്റർ പ്രസിഡന്റ്, മിസ് പ്രസിഡന്റ് എന്നൊക്കെ വിളിക്കുന്ന ഒരു കാലത്ത് നമ്മൾ വീണ്ടും വീണ്ടും കൂടുതൽ ഈ അധികാരത്തിന്റെ സ്വഭാവങ്ങളും ബഹുമാനവും ഒക്കെ കൂടുതൽ വേണം എന്നതിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്നത് പോലും ഈ കാലത്തെ സംബന്ധിച്ച് വളരെ മോശം കാര്യമായി തോന്നുന്നു.
അതെ, അതാണ് നമ്മളിപ്പോ നവോത്ഥാനത്തെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ വലിയ വാചകം അടിക്കുകയും ഉള്ളിൽ ഒരുപക്ഷെ 19-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു മലയാളി നമ്മുടെയൊക്കെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്ന തരത്തിലാണ്, പ്രത്യേകിച്ചും അധികാര സ്ഥാനങ്ങളിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാനിതിനെ എടുക്കുന്നുള്ളൂ. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാത്രിക്കകത്ത് തന്നെ ഉത്തരവ് കട്ടായി പോകുന്നതാണ്. അത് റദ്ദാക്കപ്പെടുമെന്നാണ്. കാരണം ചർച്ച വന്നാൽ അത് റദ്ദാക്കപ്പെടും. അല്ല, റദ്ദാക്കപ്പെടണമെന്ന് എനിക്കില്ല. കാരണം അവര് സ്വയം ബഹുമാനപ്പെട്ടതെന്നോ മറ്റേ ഒക്കെ വിളിച്ചോട്ടെ. ദാറ്റ് ഈസ് അവരുടെ പ്രോബ്ലം. ഓണറബിൾ, ഐ ആം ഓണറബിൾ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓണർ അതല്ലേ നേരത്തെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരാൾക്ക് ബഹുമാനം അയാൾ സ്വയം ഉണ്ടാക്കേണ്ടതല്ലല്ലോ. ഒരാൾ തന്നെ ഞാൻ മഹാകവി ചങ്ങമ്പുഴ പറയാൻ തുടങ്ങിയാൽ പിന്നെ പരിപാടി തീർന്നില്ലേ? അപ്പൊ പ്രശ്നം ഇത് നിങ്ങൾ പറഞ്ഞ മൂല്യങ്ങൾ ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ്. ആ മൂല്യങ്ങൾ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് രാജ്ഞിയെ പോയി കിഴി കൊടുക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. ഈ ഉദ്യോഗസ്ഥയുടെ ഈ പറഞ്ഞ മാതിരി പണ്ടേത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞ മാതിരി തല പരിശോധിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്തായാലും ഇത് നിലനിൽക്കാൻ പോകുന്ന ഒരു ഉത്തരവല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ എതിർപ്പ് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പരിഹാസ്യമാവും സർക്കാർ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് തന്നെ വിശേഷിപ്പിക്കണം എന്നാണ് പൊതുഭരണ വകുപ്പിൽ നിന്നുള്ള ഈ ഉത്തരവിൽ പറയുന്നത്. പ്രത്യേകിച്ച് പൊതുജനങ്ങളൊക്കെ നൽകുന്ന പരാതികളിലും കത്തുകളിലും മറുപടി നൽകുമ്പോൾ ആ മറുപടി നൽകുന്ന മന്ത്രിമാർ ബഹുമാനപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തണം. മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ടതാണെന്ന് ആ മറുപടിയിൽ ഉണ്ടാകണം എന്നൊരു കൗതുകകരമായ, അല്ലെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞു വരുമ്പോൾ പരിഹാസ്യമായേക്കാവുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ പോവില്ല. എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ചിലയിടത്ത് നമ്മൾ തങ്ങി നിൽക്കും എന്ന് പറയാറുണ്ട്. കനകക്കുന്നിൽ ടൂറിസം വാരാഘോഷം സംഘടിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, ജനങ്ങളുടെ നികുതിപ്പണം വെച്ചാണ്. അവിടെ കവാടത്തിൽ പഴയ തിരുവിതാംകൂർ രാജചിഹ്നം വെച്ച് ടൂറിസം വകുപ്പ്. രാജഭരണം മാറി ജനാധിപത്യം വന്നിട്ടും പഴയ രാജഭരണത്തോട് കൂറുള്ള ചിലർ ടൂറിസം വകുപ്പിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഈ രാജചിഹ്ന പ്രദർശനം. 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലത്തെ മുഖ്യ കവാടത്തിലായിരുന്നു രാജചിഹ്നത്തിന്റെ പ്രദർശനം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ബഹുമാനമൊക്കെ ചോദിച്ചു വാങ്ങുകയും അല്ലെങ്കിൽ ബഹുമാനമുണ്ടെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിരുന്നു. ജനാധിപത്യം വന്നിട്ട് കൊല്ലം കുറേയായി ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ. രാജചിഹ്നം രാജകുടുംബം എവിടെയെങ്കിലും വെക്കുന്നതിൽ ആർക്കും എതിർപ്പില്ല. പക്ഷെ സംസ്ഥാനത്തിന്റെ ടൂറിസം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഇങ്ങനൊരു രാജചിഹ്നം പ്രദർശിപ്പിക്കുമ്പോൾ